നമസ്കാരം. കോട്ടയം ഏറ്റുമാനൂരിൽ പാറോലിക്കൽ റെയിൽവേ ഗേറ്റിനു മുന്നിൽ ഷൈനിയും മക്കളും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച സംഭവത്തിൽ അറസ്റ്റിലായിരിക്കുകയാണ് യുവതിയുടെ ഭർത്താവ് നോബി ലൂക്കോസ്. ഇതിനിടെ തെളിവ് നശിപ്പിക്കാനും ശ്രമിച്ചു എന്നുള്ളതാണ് വാർത്ത. ചുങ്കം സ്വദേശിയായിട്ടുള്ള തൊടുപുഴ ചുങ്കം സ്വദേശിയാണ് നോബി ലൂക്കോസ്. ഈ നോബി ലൂക്കോസിനെയാണ് ഇപ്പോൾ ഏറ്റുമാനൂർ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. എന്നാൽ അതിനു പുറമെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവുമുള്ള വകുപ്പുകളും ചുമത്തണമെന്നാണ് അയൽവക്കക്കാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഷൈനി മരിക്കുന്നതിന് മുമ്പ് തലേ ദിവസം നോബി വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നുവെന്ന് മൊഴിയുണ്ട്. നോബിയുടെ ഫോൺ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഫോണിലെ സന്ദേശമെല്ലാം നോബി ഡിലീറ്റ് ചെയ്തു. ഇതിനുശേഷം ഭാര്യയുടെയും മക്കളുടെയും മൃതദേഹം കിട്ടാൻ മകനെ കൊണ്ട് കേസും കൊടുപ്പിച്ചു ഈ തന്തക്കാലൻ. എന്നാൽ അയൽക്കാരുടെ വെളിപ്പെടുത്തലുകൾ നോബിയെ പിടിയിലാക്കി. നോബിക്ക് തീർത്തും അത് അപ്രതീക്ഷിതമായിരുന്നു. പോലീസിന് മുമ്പിൽ നോബി കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. ഭാര്യയെ മർദ്ദിച്ചെന്നും വെളിപ്പെടുത്തി. നോബിയുടെയും ഷൈനിയുടെയും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കേസും ഏറ്റുമാനൂർ കുടുംബ കോടതിയിൽ നിലനിൽക്കുകയാണ്. നിലവിൽ കേസിൽ നോബി മാത്രമാണ് പ്രതി. കുടുംബത്തിലെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നുകൂടി പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപം പാറോലിക്കലിൽ വെച്ചാണ് ഷൈനിയും മക്കളായ അലീനയും ഇവാനയും ട്രെയിന് മുന്നിൽ ചാടി മരിച്ചത്. ഇന്നലെ ഉച്ചയ്ക്കാണ് തൊടുപുഴയിലെ വീട്ടിലെത്തി നോബി ലൂക്കോസിനെ ഏറ്റുമാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച 3 മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷമാണ് നോബിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വിശദമായ ചോദ്യം ചെയ്യലിൽ ഷൈനി മരിച്ചതിന് തലേന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നതായി പ്രതി നോബി മൊഴി നൽകി. ചില സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരുന്നു ആ മെസ്സേജിൽ ഉണ്ടായിരുന്നത്. ഷൈനിയുടെയും മക്കളുടെയും മൃതദേഹം പാറോലിക്കലെ വീട്ടിലെത്തിച്ച സമയത്തും പിന്നീട് തൊടുപുഴയിലെ ഇടവക പള്ളിയിൽ എത്തിച്ചപ്പോഴും നാട്ടുകാരും ബന്ധുക്കളും വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. സംഭവത്തിൽ ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഷൈനിയുടെ ബന്ധുക്കളും രംഗത്തെത്തി. കേസും മറ്റും ഒഴിവാക്കാൻ വേണ്ടിയാണ് മൃതദേഹം തൊടുപുഴയിലേക്ക് കൊണ്ടുവരണമെന്ന കുബുദ്ധി നോബി എടുത്തത്. എന്നാൽ നോബിയുടെ വീടിന് ചുറ്റുമുള്ളവർ തന്നെ സത്യം വിളിച്ചു പറഞ്ഞ അവസ്ഥ. ഇതോടെ അയാൾ അഴിക്കുള്ളിലേക്ക് പോകുന്നു എന്നതാണ് വസ്തുത. പ്രകോപനപരമായ രീതിയിൽ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ എന്ന് പ്രതി കൃത്യമായ മറുപടി ഇതുവരെയും നൽകിയിട്ടില്ല. എന്ത് മെസ്സേജുകളാണ് അയച്ചതെന്ന് കണ്ടെത്താനാണ് പോലീസ് നോബിയുടെ ഫോൺ കസ്റ്റഡിയിലെടുത്തത്. നിലവിൽ വാട്സാപ്പ് ചാറ്റുകൾ പൂർണ്ണമായും ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. ഇത് റിക്കവറി ചെയ്യുന്നതിനുള്ള നടപടികൾ തുടങ്ങി. ഷൈനിയുടെ ഫോണും പോലീസ് കസ്റ്റഡിയിലെടുക്കും. ഇതിന് തെളിവുണ്ടാകുമെന്നാണ് സൂചന. നിലവിൽ ഷൈനിയുടെ ഫോൺ പാറോലിക്കലിലെ വീട്ടിലുണ്ടെന്നാണ് വിവരം. 2 ഫോണുകളും ശാസ്ത്രീയ പരിശോധനയ്ക്കും അയക്കും. 9 മാസം മുമ്പാണ് ഷൈനി നോബിയുടെ തൊടുപുഴയിലെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് എത്തിയത്. തൊടുപുഴയിലെ വീട്ടിലായിരുന്ന സമയത്ത് നോബി അതിക്രൂരമായി ഷൈനിയെ ഉപദ്രവിക്കുമായിരുന്നുവെന്ന് ബന്ധുക്കൾ മൊഴി നൽകി. ജൂൺ 9-ന് മർദ്ദിച്ച് ഷൈനിയെ വീടിന് പുറത്തു നിർത്തി നോബി. അയൽക്കാർ ഇക്കാര്യം ഷൈനിയുടെ അച്ഛനെ വിളിച്ചു പറഞ്ഞു. അച്ഛൻ പോയി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. കുടുംബ പ്രശ്നങ്ങളാണ് കൂട്ട ആത്മഹത്യക്ക് കാരണമായതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഷൈനിയുടെ ഭർത്താവ് നോബി മർച്ചന്റ് നേവി ജീവനക്കാരനാണ്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് കഴിഞ്ഞ 9 മാസമായി ഷൈനിയും 2 മക്കളും പാറോലിക്കലിലെ വീട്ടിൽ മാതാപിതാക്കൾക്കൊപ്പം താമസിച്ചു വന്നത്. ഷൈനിയുടെ മകനായ എഡ്വിൻ എറണാകുളത്ത് സ്പോർട്സ് സ്കൂളിൽ പഠിക്കുകയാണ്. BSc നഴ്സിംഗ് ബിരുദധാരിയായ ഷൈനി നാട്ടിൽ ജോലിക്ക് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതേസമയം നോബിയും കുടുംബാംഗങ്ങളും ഷൈനിക്ക് ജോലി കിട്ടാതിരിക്കാൻ പോലും ശ്രമിച്ചു. നോബിയുടെ സഹോദരനായ വിദേശത്തുള്ള വൈദികനെതിരെയും ആരോപണങ്ങൾ നിരവധിയാണ്. നേരത്തെ നോബിക്കെതിരെ ഷൈനി ഗാർഹിക പീഡനത്തിന് പരാതിയും നൽകിയിരുന്നു. സംഭവ ദിവസം പുലർച്ചെ 5:30-യോടെ പള്ളിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ഷൈനിയെയും മക്കളെയും പിന്നീട് ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിൽ നോബിയുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഷൈനിയുടെ ബന്ധുക്കൾ രംഗത്തെത്തി. കുടുംബ പ്രശ്നങ്ങൾ സംബന്ധിച്ച് തൊടുപുഴ പോലീസിൽ പരാതി നൽകിയിരുന്നതിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യ. ഭർത്താവിന്റെ വീട്ടിൽ ഷൈനി അതിക്രൂരമായ പീഡനമാണ് ഏറ്റുവാങ്ങിയിരുന്നതെന്നും
മരണത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും തൊടുപുഴ നഗരസഭാ കൗൺസിലറും അയൽവാസിയുമായ മെർലി രാജുവും ആവശ്യപ്പെട്ടു. ഷൈനി നേരിട്ടത് ആർക്കും സഹിക്കാനാകാത്ത തരത്തിലുള്ള പീഡനം തന്നെയാണ് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതെല്ലാം പറഞ്ഞതാകട്ടെ അയൽവാസികളുമാണ്. അവരെല്ലാം തന്നെ നിർഭയം ഇപ്പോൾ പറയുകയാണ് ആ പെൺകുട്ടി എത്രത്തോളം പീഡനം ആ വീട്ടിൽ സഹിച്ചു എന്നുള്ളത്. നോബി മാത്രമല്ല ഇതിൽ പ്രതിയാകേണ്ടത്. നോബിയുടെ സഹോദരനായിട്ടുള്ള വൈദികനും കൂടി, ആ കള്ളപ്പാതിരി കൂടി ഇതിൽ പ്രതിയാകേണ്ടതുണ്ട്. അദ്ദേഹത്തിനെതിരെ സഭാവിശ്വാസികൾക്കിടയിൽ തന്നെ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. പലരും ആ പാതിരിയെ നാട്ടിലെത്തിച്ച ശിക്ഷയ്ക്ക് വിധേയമാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇപ്പോൾ ഓസ്ട്രേലിയയിലുള്ള ആ അതിരൂപതയിലേക്ക് പരാതികളുടെ പ്രവാഹമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ കുപ്പായം ഊരിച്ചേ അടങ്ങൂ എന്നുള്ള വാശിയിലാണ് ഈ പറയുന്ന നാട്ടുകാരും. അത്രമേൽ പീഡനം ഈ സഹോദരന്റെ വാക്കുകൾ കേട്ടിട്ടെന്നോണം നോബിയും ഈ സഹോദരന്റെ, അതായത് വൈദികനായ സഹോദരന്റെ വാക്കു കേട്ടിട്ട് നോബി അവരെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതിനുള്ള വഴികൾ അവർ നടത്തിക്കൊടുത്തു. വാഴക്കുലകൾ ചുമന്നും ചക്ക ചുമന്നും പന്നിയെ വളർത്തിയും കോഴിയെ വളർത്തിയുമെല്ലാം ജീവിക്കാൻ അതികഠിനമായി പ്രയത്നിച്ച ഷൈനി, ആ ഷൈനിയാണ് ഇനി ഒരു തരത്തിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്നുള്ള തോന്നലിൽ മക്കളെയും കൂട്ടി ജീവൻ ഒടുക്കിയത്. ആ മക്കൾ കൂടി അമ്മയ്ക്കൊപ്പം ചേർന്ന് നിന്നുവെങ്കിൽ ഒന്ന് ആലോചിക്കേണ്ടതല്ലേ? ആ അമ്മയുടെ ദുരിതം ആ പെൺമക്കൾ അത്ര കണ്ട് മനസ്സിലാക്കിയിരുന്നു കാണണം. ഇനി തങ്ങൾക്ക് അമ്മയില്ലാതെ ജീവിക്കാനാകില്ല എന്നുകൂടി അവർ മനസ്സിലാക്കി കാണണം. അമ്മയുടെ അവസ്ഥയും ഇനി തങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥയും എല്ലാം ആ പിഞ്ചു മനസ്സുകളെ ബാധിച്ചു കാണണം. അതുകൊണ്ടാകും ട്രെയിനിന് മുന്നിൽ ഹോണടി കേട്ടപ്പോഴും മൂവരും ഇറുകെ പിടിച്ച് ചേർന്ന് നിന്നത്. ഒരുമിച്ച് പോകാമെന്നുള്ള തീരുമാനം ഇതിൽ ആരെടുത്തു എന്നുള്ളതറിയില്ല. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് പറയുമ്പോഴും അതിലേക്ക് ആ കുടുംബത്തെ, ആ അമ്മയെയും മക്കളെയും തള്ളിവിട്ട കള്ളപ്പാതിരിയും അയാളുടെ സഹോദരനും ആ കുടുംബവും ആ അമ്മയോടും മക്കളോടും ചെയ്ത ക്രൂരത ഒരിക്കലും പൊറുക്കാനാകില്ല. അത് നീതീകരിക്കാനാകാത്തതുമാണ്. ഇത്രയേറെ വാട്സപ്പ് ഡിലീറ്റുകൾ ഡിലീറ്റ് ചെയ്തും മകനെ കൊണ്ട് പരാതി കൊടുപ്പിച്ച് സ്വന്തം ഇടവകയിൽ അടക്കം നടത്തിയും അതിബുദ്ധി കാണിച്ച നോബി ഒടുവിൽ പോലീസിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞു. അത് അവസാനത്തെ അടവ്. പക്ഷേ നോബിക്കെതിരെ തെളിവുകൾ പലതാണ്. നോബിക്കെതിരെ തെളിവുകൾ ഉണ്ടെങ്കിലും ഇനി പോലീസ് ആഞ്ഞു പിടിക്കേണ്ടത് ആ കള്ളപ്പാതിരിയെയാണ്. ആ കള്ളപ്പാതിരിയെ കൂടി അഴിക്കുള്ളിലാക്കണം. നിയമപരമായി അയാൾക്കുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കണം. എങ്കിൽ മാത്രമേ ആ അമ്മയ്ക്കും മക്കൾക്കും നീതി കിട്ടൂ, ആത്മാവിന് ശാന്തി കിട്ടൂ. നന്ദി.